അവർ എനിക്ക് കിഴിക്കപ്പെട്ടു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ ഇടമില്ല. എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ ഇന്ന് കോഴിക്കോട്ടെ ശനിയല്ലേ. അപ്പം ഞാൻ ആദ്യം പോയി എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് പെരുന്നാളിനൊക്കെ എല്ലാം ചെയ്യണത് തന്നെ. അപ്പോൾ നടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കോഴിക്കോട്ടെ തേങ്ങ വിളയിക്കത്തില്ലേ, വിളയിക്കുകയും പൊടി കുഴക്കുകയും അങ്ങനെ കോഴിക്കോട്ടെ പണിയിലോട്ട് കയറാം കേട്ടോ. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ഒരു തേങ്ങയാണ്. പിന്നെ അതേ ശർക്കര നീര് പാലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ. പിന്നെ അതേ ഞാൻ കശുവണ്ടി മുന്തിരി അതിനകത്തോട്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരു കശുവണ്ടിയും ഉണ്ട്, കുറച്ച് മുന്തിരി ഉണ്ട്. മുന്തിരി ഒന്ന് കഴുകിയിട്ട് നെയ്യിലോട്ട് ഇടാനായിട്ടാണ്. ജീരകം ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഏലക്കായയും കൂടി ഇട്ടിട്ട് പൊടിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ അതെ ഇച്ചിരി നെയ്യ്, ഒരുപാട് വേണ്ട, ഇത്രയും മതി. ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ പാവ് ഒഴിക്കണേണേ. ശർക്കര ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് അതിൻ്റെ ഒരു വിളയിക്കത്തില്ലേ, നമ്മളെല്ലാവരും വിളയിക്കണ പോലെ തന്നെ അതങ്ങാട് വിളഞ്ഞ് വരട്ടെ. എനിക്ക് ഇത് ജസ്റ്റ് ഞാൻ കോഴിക്കോട്ടയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്ത് വെക്കും. അപ്പോൾ അതേപോലെ ബോൾസാക്കി പാകം വരെ ഞാനിത് വിളയിക്കും കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുള്ള ശർക്കര ഉണ്ടെങ്കിൽ ഉപ്പിടണ്ട. ഒരു പൊടിക്ക് ഒരു ബാലൻസിന് വേണ്ടി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു പൊടിക്ക് ഞാനിട്ട് കൊടുത്തിട്ടുള്ളേ. ഇതേ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വിളഞ്ഞ് വരട്ടെ. ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണ്ടേ. ലാസ്റ്റ് നെയ്യ് ചേർക്കും. അപ്പോൾ ഞാൻ അതിനെ കശുവണ്ടി മുന്തിരിയും കൂടി നെയ്യിൽ ഒന്ന് വാട്ടിയിട്ട് അത് അതിനകത്തോട്ട് ചേർക്കും. ചിലവർ ചേർക്കത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒന്നര സ്പൂണോളം നെയ്യ് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് വേണം അത് നിർത്താനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരിത്തിരി കശുവണ്ടി മുന്തിരിയും കൂടി ഇടും. അപ്പോൾ അതേ ഞാൻ നെയ്യൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്യാഷു ഇതേ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഇവിടെ വിളഞ്ഞ് വരും. ആ വിളഞ്ഞ് ലാസ്റ്റ് ആവണ സമയം കൊള്ളിച്ചാണ് കശുവണ്ടിയും മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത് ഈ ഒരു രീതിക്കായി വന്ന് എന്ന് വെച്ചാൽ പറ്റി വന്ന ആ സമയത്താണ് കേട്ടോ. ഇതിൻ്റെ രണ്ടടപ്പത്തും ഒരുമിച്ച് തന്നെ ഞാനിതെല്ലാം ചെയ്യണത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കും. ഇപ്പം ഞാനിതൊരു 1 മണി കൊള്ളിച്ചാണ് ഇത് ചെയ്യണത്. എന്നിട്ട് ചോറ് കൊടുത്ത് അപ്പോഴേക്കാളും ഇതിൻ്റെ ചൂടാറുമല്ലോ. എന്നിട്ട് നമുക്ക് പൊടിയുടെ ബാറ്റർ ചെയ്യാം കേട്ടോ. അതെ അത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്തിരി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ മുന്തിരി കിട്ടത്തില്ലേ, നല്ല മധുരമുള്ള മുന്തിരി, അത് ഞാൻ ചെന്നപ്പോൾ ആ കടയിൽ ഉണ്ടായില്ല. പിന്നെ എനിക്ക് ലുലുവിൽ പോയപ്പോൾ അതുണ്ടായില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് മേടിച്ചു. ഇതിനൊരു പുളിപ്പുണ്ടാവും, എനിക്ക് അതുകൊണ്ടാണ് ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത. മറ്റേ സാധാ മധുരമുള്ള ഇതിനേൽ കുഞ്ഞു മുന്തിരി കിട്ടത്തില്ലേ, അതാണ് എനിക്കിതിൽ ഇടാൻ ഇഷ്ടം കേട്ടോ. ഇതിങ്ങനെ ഇതേ വിളഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കാളും ആ കാഷ്യൂ മുന്തിരി ഇതേ കണ്ടോ, അതും ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. മുഴുവനും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ മണിയടിക്കണ പോലെ അല്ലേ. അതും കൂടി ഇട്ട് ആ നെയ്യ് ഇടണ ആ ഒരു പരുവം. മുന്തിരി ഇടണ്ട, കാഷ്യൂ ഇടണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ നെയ്യൊന്ന് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു വേറൊരു ടേസ്റ്റാണ് നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ. ഇറക്കണതിന് മുമ്പ് അത് നമ്മൾ ചുക്കും ഇതും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഏലക്കായയും കൂടി അത് എല്ലാവരും കൂടി 1 സ്പൂൺ, അതും കൂടി 1 സ്പൂണല്ല, ഞാൻ ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1.25 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് വന്നോളും. ഇതിൽ വെള്ളം കൂടുമ്പോഴാണ് ഈ ശർക്കര പൊട്ടി ഒലിക്കണത് കോഴിക്കോട്ടേക്കൊക്കെ. എൻ്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടോ, നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല. മതി മിക്സ് ചെയ്ത് സംഭവം ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബോൾസ് പോലെ പിടിക്കാം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് 3 ഗ്ലാസ് പൊടിയാണ്. അതെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ട വെള്ളത്തിന് ഞാൻ ഈ ഗ്ലാസ്സിൽ തന്നെ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 4.5 ഗ്ലാസ് മതിയാവും. ചിലപ്പോൾ ഇത്തിരി പൊടിയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ് ഈ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 3/4 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. 2 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഈ മാവിന് ഒത്തിരി മധുരം വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതും പിന്നെ ഒരു 2.5 സ്പൂണോളം വെളിച്ചെണ്ണയിൽ അതും കൂടി ഒഴിച്ചിട്ട് ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുഴക്കാനായിട്ട്
ഇങ്ങനെ ഒരു വട്ടപാത്രത്തിലോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കോട്ടെ. എനിക്ക് ഇതാണ് കണക്കായിട്ട് തോന്നിക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് നമ്മൾ കോഴിക്കോട്ട ഉള്ളിലോട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്യും. ഞാൻ ഈ സമയത്ത് ഫാൻ ഇടാറില്ല. ഞാനിത് കുഴക്കുമ്പോൾ എനിക്ക് ആ മാവ് ഭയങ്കര ഡ്രൈ ആയിട്ട് പോണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇപ്പോഴല്ല, നമ്മൾ പൊടിയൊക്കെ മിക്സ് ചെയ്ത് കോഴിക്കോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫാൻ ഇടില്ല. ഞാൻ ആ ഫാൻ ഇടും. നേരെ നിൽക്കുന്ന അവിടുത്തെ ഫാൻ ഇടാറില്ല. അപ്പം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കത് വെള്ളം എടുത്തിട്ട് വരാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാൻ കാണിച്ചാലേ. ഇത് മിക്സ് ചെയ്യില്ലേ, മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ട് ഞാനിതിനെ ഒന്ന് മൂടി വെക്കും. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ആ ചൂട് ഇതിൽ മൊത്തത്തിൽ ഒന്ന് ചൂടാവാൻ, ആ ചൂട് മാറാൻ വേണ്ടി എന്നിട്ട് നല്ലോണം ഒന്ന് കുഴക്കും കേട്ടോ. അപ്പോൾ നമുക്കത് വെള്ളം എടുത്ത് മിക്സ് ചെയ്യാം. നല്ല ചൂട് വെള്ളമാണേ. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ആവണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണേനെ. 1/4 ഗ്ലാസ്സോളം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്യാം. കൊണ്ട് നല്ലോണം തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഞാനൊരു 3 എൻ്റെ പൊന്നെ എൻ്റെ കൈ പൊള്ളിപ്പോയി. 3 ഗ്ലാസ് വറുത്തരിപ്പൊടിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായി. അപ്പോൾ 5 ഗ്ലാസ്സോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് തന്നെ എല്ലായിടവും വെള്ളമൊക്കെ എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഒരു പാത്രം വെച്ച് തന്നെ ഞാനൊന്ന് മൂടി വെക്കണേ. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഇതാക്കി ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബോൾസ് ആക്കാം കേട്ടോ. നേരിയ ചൂടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇട്ട് കുഴച്ചതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കാം. ഒരുപാട് വലിയ ബോൾസ് അല്ല, ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം ഇത്രയും വരും. ഉള്ളിൽ ഇതും കൂടി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു ബോൾസ് പോലെ ഞാൻ ആക്കി വെക്കണേ. ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. ഇച്ചിരി കൂടി മാറ്റാം. ഈ ഒരു വലിപ്പത്തിൽ വെച്ചാണ് ഞാൻ ബോൾസ് ആക്കണത് കേട്ടോ. ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത്ര വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമുക്കിവിടെ മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് കൈയൊന്ന് മുക്കിയിട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ ആ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയൊന്ന് മുക്കണുണ്ട്. ഈ 3 പേരിൽ ഇതേപോലെ ഉരുട്ടി കൊടുക്കുക. ഞാനിങ്ങനെ ഉണ്ടാ ചെയ്യണേ. എനിക്കിതാ ഒരു നാക്ക് പോലെ സുഖമായിട്ട് തോന്നിയേക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി പൊടി കൂടുതലുണ്ടെന്ന് തോന്നണം. എന്നിട്ട് ഞാൻ ഒരു ഇച്ചിരി പൊടി എടുത്ത് മാറ്റും. അങ്ങനെ ചില സമയത്തൊക്കെ എനിക്ക് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ജസ്റ്റ് ഒരു സൈഡ് ആദ്യം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കൂടി പ്രസ് ചെയ്യുക. ഇതും പ്രസ് ചെയ്യുക. ഇതൊരിത്തിരി ഞാൻ മാറ്റണുണ്ട് കേട്ടോ, ഇത്തിരി കൂടുതലാണ്. എന്നിട്ട് ആ പ്രസ് ചെയ്തതും കൂടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ആ ക്രാക്കൊക്കെ ഉള്ളത് ഒന്ന് വെള്ളം കൊണ്ട് തന്നെ ഒന്ന് തുടച്ച് അതിനൊന്ന് പോളിഷ് ചെയ്യാം. എനിക്ക് നല്ല ചുമയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് 2-3 ദിവസം എനിക്ക് വീഡിയോയിലൊന്നും വരാൻ പറ്റിയില്ല. ഇങ്ങനെ ക്രാക്കുള്ളതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇത് കണ്ടോ. എന്നിട്ട് നല്ലോണം തന്നെ കൈ കൊണ്ടൊന്ന് ഉരുട്ടുക. ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗവും കൊള്ളണ രീതിക്ക് നല്ല ഫിനിഷ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ഉരുട്ടി സാവധാനം ഉരുട്ടിയാൽ മതി കേട്ടോ. ഉരുട്ടി നല്ല റൗണ്ട് എല്ലാ ഭാഗവും നമ്മുടെ വിരൽ കൊണ്ട് ഒരുപാട് അങ്ങോട്ട് അമർത്തിയല്ല, ജസ്റ്റ് ഇങ്ങനെ ഉരുത്തുമ്പോൾ കണ്ട കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ഒന്നും കൂടി മുട്ടിക്കണ്ടേ. നല്ല ചുമയിരുന്ന് എനിക്ക് കണ്ട നല്ലോണം തന്നെ ഉരുണ്ട് വന്നണ്ട. ഈ ക്രാക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഉരുട്ടാനായിട്ട്. ഇത് കണ്ട എല്ലാവരും നല്ല കറക്റ്റായിട്ട് വന്നിട്ടില്ലേ. ഇത് കണ്ട ഞാൻ ഇതിനകത്തോട്ടാണ് വെക്കണത്. ഇത് സ്റ്റീമറിൽ ഞാൻ വെക്കണ ഒരു പാത്രമാണ്. ഈ പാത്രം വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വെക്കണം. നേരിട്ട് സ്റ്റീമറിലോട്ട് വെക്കാറുള്ള ഒരു പാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഈ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണേന് കേട്ടോ.
എണ്ണ തടകിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് നേരിട്ട് സ്റ്റീമറിലോട്ട് വെക്കാറില്ല. ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നേരിട്ട് വെക്കാറില്ല, അത് ഞാൻ പ്രത്യേകം പറയണേനെ. അതേപോലെ ജസ്റ്റ് ആ ബോളിനെ നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്ത് ഒന്ന് ഉരുട്ടണം കേട്ടോ ആദ്യം. എന്നിട്ട് വേണേ, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇതില്ലേ അതിനകത്തോട്ട് ചേർക്കണം. എനിക്ക് തോന്നുന്നത് ഇച്ചിരി പൊടി കൂടുതലാണ് എല്ലാത്തിനും. അപ്പോൾ അതിനനുസരിച്ച് ഇതേ കണ്ട, ആദ്യം ഇത് ഞാനിങ്ങനെ മടക്കും, എന്നിട്ടാണ് ഇത് മടക്കണത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് അത് നിങ്ങളുടെ നാക്ക് പോലെ ചെയ്തോട്ടോ. ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുരുത്തോല ഉണ്ടാവില്ലേ, കഴിഞ്ഞ പോലത്തെ കുരുത്തോല ജസ്റ്റ് ഒരു കുഞ്ഞു കുരിശ് പോലെ ആക്കും. എന്നിട്ട് ആദ്യത്തെ കോഴിക്കോട്ട നമ്മൾ വേവിക്കില്ലേ അതിൽ വെച്ച് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ കോഴിക്കോട്ട വേവിക്കുന്നത്, ആദ്യത്തേന് മാത്രം. ചില സമയത്ത് ഞാൻ ഇങ്ങനെ കുരിശ് പോലെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു എന്തെന്നാണ് പറയണ്ടേ, കുരുത്തോല മാത്രം വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഞാൻ ആദ്യത്തെ സെക്ഷൻ എടുത്തത് വീഡിയോ എടുത്തില്ലായിരുന്നേ. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ വെച്ചേക്കണേണ്. ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ഞാനത് സ്റ്റീമറിൽ നിന്ന് മാറ്റി വെന്ത് കഴിഞ്ഞപ്പോൾ മാറ്റി ഒരു കാസറോളിലിട്ട് അടച്ചു വെച്ചേക്കണേണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.